ഇവന് തന്റെ വൈഫ് പാരലൈസ്ഡ് ആയതുപോലെ ആക്ട് ചെയ്യുന്നതാണോ എന്ന സംശയം തോന്നുന്നു. അതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും അവളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവൻ പോലും അറിയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവന്റെ വൈഫ് $5 മില്യൺ ലോട്ടറി വിൻ ചെയ്തിരുന്നു. ആ എമൗണ്ട് അവന്റെ ഒപ്പം ഷെയർ ചെയ്യുന്നതിന് മുൻപ് അവൻ അവളോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് അറിയാനാണ് ലീസ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. അതേസമയം ഹസ്ബൻഡ് അവളെ ചെക്ക് ചെയ്യുന്നതിനായി ഓരോ ദിവസവും പാടുപെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം അവൻ അവളെ ഒരു വലിയ സ്ലോപ്പിനടുത്തേക്ക് കൊണ്ടുവന്ന് വീൽ ചെയറോടെ തള്ളിവിടുന്നു. ആ വീൽ ചെയർ വളരെ വേഗത്തിൽ താഴേക്ക് പോകുന്നു. ആക്ച്വലി മരണം മുന്നിൽ കാണുമ്പോൾ അവൾ തീർച്ചയായും ആക്ടിംഗ് നിർത്തുമെന്ന് അവൻ വിചാരിക്കുന്നു. പക്ഷെ വീൽ ചെയറിന്റെ സ്പീഡ് കൂടിയിട്ടും ലീസയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാവുന്നില്ല. പേടിച്ചുപോയ ഹസ്ബൻഡ് വേഗത്തിൽ വന്ന് വീൽ ചെയർ സ്റ്റോപ്പ് ചെയ്ത് ഒരു വിധത്തിൽ അവളെ രക്ഷിക്കുന്നു. എന്നാലും അവൻ ടെസ്റ്റ് ചെയ്യുന്നത് നിർത്താതെ അവൾക്ക് ഡോഗ് ഫുഡ് കൊടുക്കുന്നു. നോക്കുമ്പോൾ അവൾ ഒരു റിയാക്ഷനും ഇല്ലാതെ ആ ഫുഡ് കഴിക്കുന്നു. അത് കണ്ടവന് അവൾ യഥാർത്ഥത്തിൽ പാരലൈസ്ഡ് ആയതാണോ എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൻ അപ്പോൾ മുതൽ അവളെ നല്ല രീതിയിൽ നോക്കുന്നു. ദിവസം മുഴുവനും അവൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ദിവസങ്ങൾ പോകുന്തോറും അവന് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ദിവസം അവൻ ലീസയെ ബീച്ചിലേക്ക് കൊണ്ടുവന്ന് ഇനി മുതൽ എനിക്ക് നിന്നെ നോക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ലീസ അവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായല്ലോ എന്ന് ചിന്തിക്കുന്നു. അതേസമയം അവൻ അവളെ ഇത്രയും ദിവസം കെയർ ചെയ്തതെല്ലാം ഓർമ്മ വന്നതും അവൾ വേഗം തന്നെ വീട്ടിലേക്ക് വരുന്നു. നോക്കുമ്പോൾ ഹസ്ബൻഡിനെ അവിടെ എങ്ങും കാണുന്നില്ല. അവൻ യഥാർത്ഥത്തിൽ അവളെ ഉപേക്ഷിച്ചു പോയെന്ന് അവൾ വിചാരിക്കുന്നു. പക്ഷെ അടുത്ത സെക്കൻഡിൽ തന്നെ ഹസ്ബൻഡ് ചിരിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് വരുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ഇതും ഹസ്ബൻഡ് അവളെ ടെസ്റ്റ് ചെയ്യാൻ നടത്തിയ നാടകമാണ്. അവസാനം അവർ പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു.